സാംസങ്ങിൻ്റെ അൾട്രാ ഫോണുകൾ ബോറിംഗ് ആണ് എന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. സെയിം ഡിസൈൻ, സെയിം ക്യാമറ, ഡിസ്പ്ലേയിൽ ആ ഒരു പ്രൈവസി ഫീച്ചർ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ ഡിസ്പ്ലേയും സെയിം ആണ്. എന്നാൽ ബോറിംഗ് ആണെങ്കിലും മിക്ക എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ സാംസങ്ങിൻ്റെ അൾട്രാ ഫോൺസ് ആണ്. ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന ന്യൂസ് അനുസരിച്ച് S26 അൾട്രയുടെ പ്രീ ബുക്കിംഗ് ഇത്തവണ റെക്കോർഡ് നമ്പേഴ്സിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ഈ S26 അൾട്ര കഴിഞ്ഞ ഏകദേശം ഒരു മാസമായിട്ട് കണ്ടിന്യൂസ്ലി എൻ്റെ മെയിൻ ഫോണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ സെയിം സ്പെസിഫിക്കേഷൻസ്, സെയിം ഫീച്ചേഴ്സ്, അതായത് ഒരു ബോറിംഗ് ഫോൺ സാംസങ് എല്ലാ വർഷം ഇറക്കുന്നുണ്ടെങ്കിലും ആളുകൾ ഈ ഫോൺ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ഈ ചാനലിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഒരു കാര്യം ഞാൻ ഫ്രാങ്ക്ലി പറഞ്ഞുതരാം, സ്പെക് ഷീറ്റ് നോക്കിയിട്ട് നിങ്ങൾ ഈ ഫോൺ ജഡ്ജ് ചെയ്യാനിരുന്നാൽ ഈ ഫോൺ നിങ്ങൾക്ക് ഒട്ടും ഇംപ്രസീവ് ആയിട്ട് തോന്നൂല. എന്നാൽ നിങ്ങൾ ഈ ഫോൺ ഡെയിലി ഉപയോഗിച്ചാൽ ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ ഇത് വാങ്ങുന്നത്. സോ ഈ ഒരു മാസത്തെ യൂസിൽ എൻ്റെ ഇൻ ഹാൻഡ് ഫീൽ, അതായത് ഫോൺ കയ്യിലെടുക്കുമ്പോൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് നിങ്ങൾ ഫോൺ വാങ്ങിക്കുമ്പോൾ കയ്യിൽ ആ ഒരു ഫീൽ കിട്ടണ്ടേ, ആ ഫീൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ S25 അൾട്ര പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഫീലിൽ അങ്ങനെ വ്യത്യാസം, അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ, യെസ്, ഇതിൻ്റെ കോർണേഴ്സ് കുറച്ചും കൂടി കർവ് ആക്കിയിട്ടുണ്ട്, കുറച്ചും കൂടി കംഫർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റും. പിന്നെ യെസ്, നമ്മൾ കഴിഞ്ഞ വർഷം ഫോൾഡ് 7ൽ കണ്ട ആ സെയിം ക്യാമറ ഡിസൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഡിസൈൻ വന്നുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് അറിയാൻ പറ്റും S26 അൾട്ര ആണെന്ന്. അല്ലെങ്കിൽ എല്ലാ അൾട്രാസ് ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഈ ഡിസൈൻ വന്നതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ S26ലും 26 പ്ലസിലും ഈ അൾട്രയിലും സെയിം ഇതേ ഡിസൈനാണ്. അതുകൊണ്ട് അൾട്രയുടെ ഒരു യുണീക്ക് ഫാക്ടർ ഉണ്ടായിരുന്നല്ലോ, മറ്റേ സാധനം എന്തായാലും പോയി, ആ കൂർത്തിരിക്കുന്ന കോർണേഴ്സ്. എന്നാൽ ഇപ്പം ക്യാമറ മോഡിലും 3 ഫോൺസിലും ഏകദേശം ഒരുപോലെയാണ്. അൾട്രയ്ക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി പതുക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തു, ഈ ഫോൺ ഇങ്ങനെ ടേബിളിൽ, ഞാൻ ആക്ച്വലി ഏതൊരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി S Pen എടുത്തായിരുന്നു. സോ S Pen എടുത്ത് നമ്മളിങ്ങനെ ഈ ഫോൺ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കാനൊക്കെ നോക്കുമ്പോൾ ഫോൺ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട്, ബാക്കിൽ കേസ് ഇല്ലെങ്കിൽ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ കേസ് ഇടാതെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചപ്പോൾ ഇവിടെ 1-2 സ്ക്രാച്ച് ബാക്കിൽ വന്നിട്ടുണ്ട്. സോ എത്ര സ്ട്രോങ് അല്ലെങ്കിൽ എത്ര നല്ല ഗുറില്ല ഗ്ലാസ് വിക്ടസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ബ്രാൻഡ് പറയുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്, പ്ലീസ് യൂസ് ഗുഡ് ക്വാളിറ്റി കേസ്. പിന്നെ ഇത്തവണ സാംസങ് വളരെ നൈസായിട്ട് നമ്മുടെ ടൈറ്റാനിയം ഫ്രെയിം ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഇപ്പം വീണ്ടും ആ ഒരു അലൂമിനിയം ഫ്രെയിം ആണ് ഇട്ട് തന്നിരിക്കുന്നത്. ഞാൻ ഫ്രാങ്ക്ലി അറിഞ്ഞതുപോലുമില്ല, ഞാൻ കേസ് ഇടാതെയാണ് ഉപയോഗിച്ചത്. ഞാൻ S25 അൾട്രയും ഒരുപാട് നാൾ ഉപയോഗിച്ച ഒരാളാണ്. ഓക്കെ, പക്ഷേ ടൈറ്റാനിയം അലൂമിനിയം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. സോ ഒരു എക്സ്പെൻസീവ് ഐറ്റം ഫോണിൽ നിന്ന് എടുത്ത് മാറ്റുമ്പോൾ ഫോണിൻ്റെ പ്രൈസ് ലേശം കുറയണ്ടേ, പക്ഷേ ഇത്തവണ പ്രൈസ് കൂടിയിരിക്കുകയാണ്. എനിവേ, ഒരു കാര്യം എന്തായാലും സമ്മതിച്ച് കൊടുത്തേ പറ്റൂ, ഈ അൾട്രാ ഫോൺ കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രീമിയം ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഒരു പലക ഫോണാണ്, നല്ല എക്സ്പെൻസീവ് പലക ഫീൽ, വില കൂടിയ പലക ഫീൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വെപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരൊറ്റ എയർ വെച്ച് കൊടുത്താൽ മതി, തീർന്നു ആള്. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി വെൽ ബിൽഡ് ഫോൺ. ഹാപ്റ്റിക്സ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ഹാപ്റ്റിക്സ് ഇസ് ഗുഡ്. പക്ഷേ നമ്മൾ പിക്സൽ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ OnePlus ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രോങ് ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, അത് ഇപ്പോഴും സാംസങ് കൊണ്ടുവന്നിട്ടില്ല. പലരും എക്സ്പെക്ട് ചെയ്ത ഒരു ഫീച്ചർ ആയിരുന്നു, അതായത് ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി എല്ലാവരും എക്സ്പെക്ട് ചെയ്തു. കാരണം ഐഫോണിൽ ആ ഒരു ഫീച്ചർ കുറേ കാലമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗൂഗിൾ അവരുടെ പിക്സൽ ഫോൺസിൽ പോലും ആ ഫീച്ചർ കൊണ്ടുവന്നു. ഏതാണ് മനസ്സിലായിട്ടുണ്ടാവും, പിക്സൽ സ്നാപ്പ്. ഇനി സാംസങ് കൊണ്ടുവരുമ്പോൾ എന്ത് പേരിടാൻ പോകുന്നത് എനിക്കറിയില്ല, പക്ഷേ ഈ വർഷം എന്തായാലും അത് വന്നില്ല. പക്ഷേ ഒരു അൾട്രാ ഫോൺ എന്ന് പറയുമ്പോൾ അൾട്രാ ഫീച്ചേഴ്സ്, അതായത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കണമല്ലോ. അതുകൊണ്ട് ഞാനും ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നു. ഇനി നമുക്ക് ആ ഒരു ഫീച്ചർ, അതായത് എല്ലാവരും ഞെട്ടിച്ച പ്രൈവസി ഡിസ്പ്ലേ ഫീച്ചറിനെ കുറിച്ച് സംസാരിക്കാം. ഇറ്റ്സ് എ വെരി യൂസ്ഫുൾ ഫീച്ചർ. അതായത് നിങ്ങൾ ഒരു തവണ ഈ ഫീച്ചർ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മറ്റൊരു ഫോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫീച്ചർ നിങ്ങൾ മിസ് ചെയ്യും. എല്ലാ ദിവസവും 1-1.5 മണിക്കൂർ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ, മെട്രോ ആണെങ്കിലും പ്ലെയിൻ ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒന്നും കാണാൻ പറ്റൂല സൈഡിൽ നിന്ന്, അതിൻ്റെ ഉറപ്പ് ഞാൻ തരാം. ഞാൻ ആക്ച്വലി ഒരു സ്റ്റാൻഡപ്പ് കോമഡി കാണാൻ വേണ്ടി പോയിരുന്നു. സോ അവിടെ ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രൈവസി ഡിസ്പ്ലേ ഓൺ ആക്കിയിട്ട് ചോദിച്ചു സൈഡിലിരിക്കുന്ന ആളോട്, എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഒരു പ്രൈവസി ഡിസ്പ്ലേ ഫീച്ചർ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, വാട്സാപ്പിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രൈവസി ഡിസ്പ്ലേ ഫീച്ചറിന്റെ ഫസ്റ്റ് വെർഷനാണ്, ആദ്യത്തെ പതിപ്പാണ് ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത്. സോ സാംസങ്ങിന് വേണമെങ്കിൽ ഒരു കംപ്ലീറ്റ് പ്രൈവസി ഡിസ്പ്ലേ കൊടുക്കാറുണ്ട്, അതായത് ഒന്നെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ പറ്റും. പക്ഷേ സാംസങ് അങ്ങനെ ചെയ്യാതെ നമുക്ക് ആപ്ലിക്കേഷൻ ബേസിസിൽ കൺട്രോൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ വെരി ബിഗ് പോസിറ്റീവ് പോയിന്റ്. എന്നാൽ
ഈ പ്രൈവസി ഡിസ്പ്ലേ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ കാണുന്ന മാക്സിമം പ്രൈവസി പ്രൊട്ടക്ഷൻ. ഈ ഫീച്ചർ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്താൽ ഈ പ്രൈവസി ഫീച്ചർ കാരണം ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്സിൽ വരുന്ന ഒരു മാറ്റം, ഈവൻ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ക്ലാരിറ്റിയിൽ വരുന്ന മാറ്റം ഉണ്ടല്ലോ, അത് ക്ലിയർലി അറിയാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫോൺ ഡാർക്ക് മോഡിലിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ലൈറ്റ് മോഡിൽ പിന്നെയും അത്രയും അറിയാൻ പറ്റും, പക്ഷേ അത്രയും എഫക്റ്റ് ഇല്ല. പക്ഷേ ഡാർക്ക് മോഡിലിട്ട് ഉപയോഗിച്ചാൽ ആ ഡാർക്കിലുള്ള ബ്ലാക്ക് കളറൊക്കെ ഉണ്ടല്ലോ, അത് മൊത്തം ഗ്രേ ആയി മാറും. സോ എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങൾ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മാക്സിമം പ്രൈവസി ഫിൽറ്റർ ഭയങ്കര അർജൻറ്റായിട്ട്, അതായത് ഏറ്റവും പ്രൈവസി വേണമെങ്കിൽ മാത്രം സ്വിച്ച് ഓൺ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് സെക്കൻഡ് ഓപ്ഷനാണ് ആപ്ലിക്കേഷൻ ബേസിസിൽ ഉപയോഗിക്കുക. കംപ്ലീറ്റ്ലി ഓൺ ചെയ്ത് വെക്കരുത്, കാരണം ടെക്നോളജി അങ്ങനെയാണ്. ബ്രൈറ്റ്നസ് കുറയും ലേശം, പിന്നെ റെസൊല്യൂഷനും കുറയും. പിന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്, സോ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല പവർ ഉണ്ട് എന്ന് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏറ്റവും പവർഫുൾ ആൻഡ്രോയിഡ് ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ സാംസങ്ങിൻ്റെ One UI, പ്രത്യേകിച്ചും സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ കിട്ടുന്ന One UI എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് UI എക്സ്പീരിയൻസ് ഇൻ എനി ഫോൺ. അതായത് ഈവൻ iOS-മായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഞാൻ രണ്ട് ഫോൺസും പാരലലാണ് ഉപയോഗിക്കുന്നത്. iOS-ൽ ഇപ്പോഴും അത്യാവശ്യം അവിടെ ചെറിയ ചെറിയ ബഗ്സ് ഉണ്ട്, പക്ഷേ ദിസ് ഫോൺ ഈസ് സോ നൈസ്. One UI-യുടെ സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, അതായത് ഇത്തവണ ആനിമേഷൻസ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ നമ്മുടെ ഓക്സിജൻ OS-ൽ കിട്ടുന്ന ഒരു ആനിമേഷൻ കാര്യങ്ങളുണ്ടല്ലോ, ഈവൻ iOS-ൽ കിട്ടുന്ന ആനിമേഷൻ അത്രയും ഇല്ല. എന്നാലും ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ, ബഗ്ഗിൻ്റെ ഇല്ലായ്മ. അതായത് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ആപ്ലിക്കേഷൻ പോലും ക്രാഷ് ആയിട്ടില്ല, എല്ലാം വളരെ വളരെ സ്മൂത്ത്ലി ആണ് റൺ ആവുന്നത്. കഴിഞ്ഞ വർഷത്തെ S25 Ultra വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ നോട്ടീസ് ചെയ്തത്, അതായത് നമ്മുടെ തെർമൽസ് ഉണ്ടല്ലോ, ഹീറ്റിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അല്ല, ഹീറ്റിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഹീറ്റിംഗ് അല്ല, ഹീറ്റിംഗ് കുറഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ S25 Ultra നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചെറിയ ഹീറ്റ് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ സൈഡിലൊക്കെ. ഇനി അത് ടൈറ്റാനിയം ഫ്രെയിം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ എന്തായാലും ഹീറ്റിംഗ് നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ഫോണിലുള്ള AI ഫീച്ചേഴ്സ് അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാറില്ല. ഞാൻ ChatGPT, ക്ലോഡ്, ഗൂഗിൾ ജെമിനി, ഗ്രോക്ക് ഇതൊക്കെ ഞാൻ അത്യാവശ്യം ഡെയിലി ബേസിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഫോണിലുള്ള AI ഫീച്ചേഴ്സ് ഞാൻ അങ്ങനെ ഒരുപാട് ഉപയോഗിക്കാത്ത ഒരാളാണ്. ഒരു ഫീച്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ആ ഒരു സാംസങ് കീബോർഡിൽ വരുന്ന AI എഡിറ്റിംഗ് ഫീച്ചർ, അതായത് ടെക്സ്റ്റ് എഡിറ്റിംഗ്, അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് നൈസ്. സെക്കൻഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കോൾ സ്ക്രീനിങ്. അതായത് സ്പാം കോൾസ്, ക്രെഡിറ്റ് കാർഡ് വേണം, ഡെബിറ്റ് കാർഡ് വേണം, പേഴ്സണൽ ലോൺ വേണം, എത്ര നമ്മൾ പറഞ്ഞാലും അവർ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ കഴിഞ്ഞ ഒരു മാസം, ഞാൻ ഈ ഫോൺ ഉപയോഗിച്ച ഒരു മാസം, ഞാൻ നേരെ ഈ കോൾ അസിസ്റ്റ് ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഈ ഫോണിലുള്ള റോബോട്ട് എനിക്ക് വേണ്ടി സംസാരിക്കും. ഓക്കെ, AI റോബോട്ട്, അത് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് വേറെ ലെവലാണ്. നമുക്ക് കേൾക്കാനും പറ്റും, സംസാരിക്കും. എനിവേ, സോ ഇതിൻ്റെ കോൾ അസിസ്റ്റ് ഫീച്ചർ ഈസ് വെരി നൈസ്, നല്ലോണം വർക്കാവുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇംഗ്ലീഷ്, ഹിന്ദി മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ ഇംഗ്ലീഷിലാണ് ഉപയോഗിക്കുന്നത്, മലയാളമൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും. സെക്കൻഡ് ഫീച്ചറാണ് ഓഡിയോ ഇറേസർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു പുതിയ ഇംപ്ലിമെൻറ്റേഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ യൂട്യൂബും ആൻഡ് ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പോലും, അതായത് അതാവണമെന്നില്ല, ഏത് ആപ്ലിക്കേഷനിൽ പ്ലേ ആവുന്ന വീഡിയോ അല്ലെങ്കിൽ ഓഡിയോയിൽ നിന്ന് നമുക്ക് നോയ്സ് എടുത്ത് മാറ്റാൻ പറ്റും. സോ ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതായത് സ്റ്റേജിൽ ഇങ്ങനെ ലൈവായിട്ട് നടക്കുന്ന ഒരു പോഡ്കാസ്റ്റ് ആയിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. സോ ആളുകൾ സംസാരിക്കാൻ കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ അതിൻ്റെ കൂടെ ഭയങ്കര ക്രൗഡിൻ്റെ നോയ്സ്. നേരെ ഈ സംഭവം എടുത്തു ഓഡിയോ ഇറേസർ, രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന നോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ നിങ്ങൾ അങ്ങനത്തെ ഏതെങ്കിലും വീഡിയോസൊക്കെ പ്ലേ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഫീച്ചർ ഇസ് വെരി യൂസ്ഫുൾ. പിന്നെ ഇത്തവണ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇമേജസ് ഒക്കെ എഡിറ്റ് ചെയ്ത് തരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഓവറോൾ ഒരുപാട് പ്രാക്ടിക്കൽ AI ഫീച്ചേഴ്സ് സാംസങ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ഇട്ട് തരാറുണ്ട്. ഓക്കെ, സോ AIയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി നൈസ്, അല്ലെങ്കിൽ ദി ബെസ്റ്റ് ഫോൺ. എന്നാൽ ബെസ്റ്റ് അല്ലാത്തൊരു സംഭവമാണ് ഇതിലുള്ള ബാറ്ററി. 5000 mAh ബാറ്ററിയാണ് വീണ്ടും സാംസങ് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നിയത് 6ാം വർഷം എങ്ങാണ്ട്, 5-6 വർഷമായും തോന്നുന്നു കേട്ടോ ഈ 5000 mAh ബാറ്ററി അല്ലേ. ഞാൻ 9000 mAh ബാറ്ററിയോ 8000 mAh ബാറ്ററിയോ ഈവൻ 7000 mAh ബാറ്ററി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. സാംസങ് അവരുടെ ചില മിഡ് റേഞ്ച് ഫോൺസിൽ 6000 mAh ബാറ്ററി തരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിലും ആ ഒരു പറ്റുമെങ്കിൽ ഒരു 6000 mAh ബാറ്ററി, സിലിക്കൺ കാർബൺ ഇല്ലെങ്കിൽ മറ്റേ ബാറ്ററി തന്നാലും മതി. ഇനി ആ ബാറ്ററി വരുന്നതുകൊണ്ട് 5-10 ഗ്രാം കൂടുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, കാരണം ഈ 5000 mAh ബാറ്ററി വെച്ച് സാംസങ്ങിന് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് തരാൻ കഴിയുന്നുണ്ട്. അതായത് 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് ഈ ഫോൺ വെച്ച്, നോർമൽ മോഡറേറ്റ് യൂസ് ഒക്കെ ആണെങ്കിൽ. സോ 6000 mAh അല്ലെങ്കിൽ 6500 mAh ബാറ്ററിയൊക്കെ സാംസങ്ങിൽ ഇട്ട് തന്നാൽ അടിപൊളി ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഏകദേശം 6-6.5 മണിക്കൂറിന് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. അതിൻ്റെ അർത്ഥമാണ് 1 day ബാറ്ററി ബാക്കപ്പ് തരുന്നുണ്ട്. സോ ആ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത്തവണ ചാർജിങ് വാട്ട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, ചാർജ് ചെയ്യുമ്പോൾ ആ തുടക്കം ആ സമയം ഉണ്ടല്ലോ, അതായത് ഫസ്റ്റ് 20 മിനിറ്റ്, ആ സമയം കൊണ്ട് ഒരുപാട് അത്യാവശ്യം നല്ല ബാറ്ററി നിങ്ങൾക്ക് ചാർജായി കിട്ടും. ഓവറോൾ ഫുൾ ചാർജ് ആവാൻ വേണ്ടി 3/4 മണിക്കൂർ എടുക്കും, 3/4 മണിക്കൂർ 50 മിനിറ്റ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് 45 മിനിറ്റ് ഇസ് ഓക്കെ ഫോർ മീ. അതായത് 45 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫോൺ ഫുൾ ചാർജായി കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഇനഫ് ആക്ച്വലി. എന്നാൽ ഓക്കെ അല്ലാത്തൊരു സംഭവമായിരുന്നു ഇതിൻ്റെ ഡിസ്പ്ലേക്ക് ചുറ്റിപ്പറ്റി ഉണ്ടായ കോൺട്രവേഴ്സി. ഓർമ്മ ഉണ്ടല്ലോ, 8 ബിറ്റ് ആണോ 10 ബിറ്റ് ആണോ, 10 ബിറ്റ് പോലെ വർക്ക് ചെയ്യുന്ന 8 ബിറ്റ് ആണോ. അതായത്
ഞാൻ ഉൾപ്പെടെ എല്ലാ ഇൻ്റർനാഷണൽ റിവ്യൂവറുടെ മേലിൽ ഇടുത്തി പോലെ വീണ സംഭവമായിരുന്നു ആരും. അതായത് S25 Ultra അതിൻ്റെ സൈഡിൽ S26 Ultra വെച്ച് കമ്പയർ ചെയ്തപ്പോൾ 10-bit ആണെങ്കിൽ ബാൻഡിങ് ഉണ്ടാവില്ല. ഞാനൊരു എക്സാമ്പിൾ ഷെയർ ചെയ്യാം ആക്ച്വലി. സോ ഈ ബാൻഡിങ് നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു 10-bit ആണെന്ന്. S25 Ultra വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ബെറ്റർ ഡിസ്പ്ലേ ആണ്. സ്റ്റിൽ ഈ പറയുന്ന കോൺട്രവേഴ്സി ഈസിലി വേണമെങ്കിൽ സാംസങ്ങിന് ഒഴിവാക്കാമായിരുന്നു. എന്നാൽ സാംസങ്ങിന് ഒഴിവാക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു. വീണ്ടും ആ സെയിം 200 മെഗാപിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓവറോൾ ക്യാമറ പെർഫോമൻസ് ഇസ് ഓക്കെ. എന്താ സംഭവിച്ചെന്നറിയോ? പണ്ട് വളരെ പണ്ട് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന്റെ ക്യാമറ പെർഫോമൻസ് ഇവിടെയായിരുന്നു. അതായത് അമേസിംഗ് ക്യാമറ പെർഫോമൻസ് ആയിരുന്നു. അവർ ഒരുപാട് പുതിയ കാര്യങ്ങൾ ഹാർഡ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും ബാക്കി ആൻഡ്രോയിഡ് ഫോണുകൾ താഴെയായിരുന്നു, ഓപ്പോ, വിവോ, ഷവോമി ഒക്കെ. പക്ഷേ സാംസങ് അവിടുന്ന് പതുക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്, വളരെ സ്ലോലി. എന്നാൽ ഈ ബാക്കി കമ്പനികൾ, വിവോ, ഷവോമി, ഓപ്പോ പോലുള്ള ബാക്കി കമ്പനികൾ എല്ലാ വർഷവും വലിയ ചാട്ടം ഇങ്ങനെ ചാടി സാംസങ്ങിന്റെ മേളിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അമേസിംഗ് ഫോട്ടോസ് ആണ് ഈ ഷവോമി, ഓപ്പോ, വിവോ ഒക്കെ എടുക്കുന്നത്. അതായത് ഒരു ക്യാമറ സെൻട്രിക് ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. സാംസങ്ങിന് ഇപ്പം ആ ഒരു താല്പര്യമില്ല. ഏറ്റവും ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിരിക്കണം എന്നൊരു സംഭവമൊന്നും സാംസങ്ങിനില്ല. കാരണം ഞാൻ ഇപ്പോഴും ഇരുന്ന് ആലോചിക്കുന്നത് എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? ഈ ക്യാമറ സെറ്റപ്പ് വെച്ച് സാംസങ്ങിന് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുത്തു തരാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ ഷവോമി, ഓപ്പോ, വിവോ ഫോൺസിലുള്ള, പ്രത്യേകിച്ച് അതിൻ്റെ അൾട്രാ ഫോൺസിലുള്ള ഈ ക്ലോസ് ടു 1 ഇഞ്ച് സെൻസറൊക്കെ ഇതിൽ വന്നാൽ സാംസങ്ങിനൊക്കെ അടിപൊളി സംഭവങ്ങൾ ചെയ്യാൻ പറ്റും അവരുടെ ക്യാമറ പ്രോസസ്സിംഗ് വെച്ച്. പക്ഷേ സാംസങ്ങിൻ്റെ CEO തന്നെ ഐ തിങ്ക് ഈ അടുത്ത ഏതോ ഒരു ഇൻട്രോയിൽ പറഞ്ഞൊരു സംഭവമാണ്, ഞങ്ങൾ ഇനി അങ്ങോട്ട് ഹാർഡ്വെയറിലേക്ക് ഒരുപാടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ഇനി സോഫ്റ്റ്വെയറും AI-യും അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണ്. കാരണം ആളുകൾ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് വാങ്ങിക്കുന്നത് എല്ലാം ഒരു ഓവറോൾ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയാണ്. അത് എല്ലാം വേണം, എനിക്ക് എല്ലാം വേണം. അതിൽ ക്യാമറ ഏറ്റവും ബെസ്റ്റ് ആവണമെന്നില്ല, ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, നല്ല ഫോട്ടോസ് എടുത്തു തരണം. അതായത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം കളേഴ്സും ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഫോട്ടോ എടുത്തു തരണം, എനിക്ക് അത്രേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം സാംസങ് ഈ വർഷവും അങ്ങനെ വലിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും ക്യാമറയിൽ കൊണ്ടുവന്നിട്ടില്ല. നൈറ്റിൽ നമ്മൾ പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ, അതായത് ഇതിന്റെ 3x ക്യാമറ വെച്ച്, ഐ തിങ്ക് 3x ക്യാമറയുടെ സെൻസർ സൈസ് ഇത്തവണ സാംസങ് കുറച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ അത് വെച്ച് നമ്മൾ നൈറ്റിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ വളരെ ആവറേജ് ഒരു ഫീലാണ് കിട്ടുന്നത്. ഡേ ടൈമിൽ ഓക്കെ ആണ്. ഓക്കെ, ഡേ ടൈമിൽ ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യാം, നല്ല പോർട്രേറ്റ് ഫോട്ടോസ് ആണ്. അത് 5x ആണെങ്കിലും 3x ആണെങ്കിലും. അതേ സമയത്ത് ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമ്മൾ ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. നല്ല കളേഴ്സ് ഉണ്ട്, ഗ്രെയിൻസ് ഒക്കെ കുറവാണ്. പിന്നെ വീഡിയോ ക്വാളിറ്റിയിലും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്, വെരി നൈസ് വീഡിയോ ക്വാളിറ്റി, അതിൽ പ്രോബ്ലം ഒന്നുമില്ല. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ക്യാമറ പെർഫോമൻസ്. പക്ഷേ കോമ്പറ്റീഷൻ ഭയങ്കര മുന്നിലാണ് നിൽക്കുന്നത് ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ. അടുത്ത വർഷമെങ്കിലും ഹാർഡ്വെയറിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണം. ഓക്കെ, സോഫ്റ്റ്വെയർ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പക്ഷേ ഹാർഡ്വെയറിൽ പ്രത്യേകിച്ചും ആ 3x ടെലിഫോട്ടോ ക്യാമറ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് സാംസങ്ങിന്. പേപ്പറിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു ഫോണായിട്ട് തോന്നൂല S26 Ultra. എന്നാൽ ഒരു ശരാശരി ആള് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് നോക്കുന്നത്? ഫസ്റ്റ് നോക്കുന്ന സംഭവമാണ് ബ്രാൻഡ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൽ ബ്രാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ആപ്പിൾസ് ഇത്രമാത്രം ഐഫോൺസ് വിൽക്കുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ സാംസങ് ആണ് ആൻഡ്രോയിഡ് ഫോൺസിൽ ഏറ്റവും മേളിൽ നിൽക്കുന്നത് ബ്രാൻഡ് ക്വാളിറ്റിയിൽ, ബ്രാൻഡ് വാല്യൂവിൽ. സെക്കൻഡ് ആണ് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ കിട്ടണം, ഒരു മെറ്റൽ ഗ്ലാസ് ഒക്കെ വേണം. അത് ഇവിടെ വരുന്നുണ്ട്. ദൂരെ നിന്ന് കണ്ട സാംസങ്ങിന്റെ അൾട്രാ ഫോൺ ആണെന്ന് തോന്നുമോ? യെസ്, തോന്നും ഏകദേശം. സോ ദാറ്റ് ഈസ് ഓൾസോ ഓക്കെ. ഡിസ്പ്ലേ സാംസങ്ങിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേസ് ആണ്. ഇപ്പോഴും 10-bit ഡിസ്പ്ലേ അല്ല എങ്കിലും ഡിസ്പ്ലേ ഇസ് വെരി നൈസ്. പിന്നെ ഇത്തവണ ആ ഒരു പ്രൈവസി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, സോ അതിന്റെ ഒരു ഹൈപ്പും ഉണ്ട്. പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു വിട്ടുവീഴ്ചയിൽ ഏറ്റവും ബെസ്റ്റ് ചിപ്സെറ്റ് ആണ് ഇട്ട് തന്നിരിക്കുന്നത്. റാം ആണെങ്കിൽ സ്റ്റോറേജ് ആണെങ്കിൽ അതും ഫാസ്റ്റ് ആണ്. സോ പെർഫോമൻസും സോർട്ടഡ് ആണ്. One UI, ദി ബെസ്റ്റ് UI ഇൻ മാർക്കറ്റ്. ഐ തിങ്ക് One UI സാംസങ്ങിന് ഒരുപാട് ഫോൺസ് വിറ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഇറ്റ്സ് ബീൻ റിയലി നൈസ്. പ്രത്യേകിച്ചും ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ വളരെ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് One UI. പിന്നെ AI നോക്കി ആരും ഫോൺസ് വാങ്ങിക്കാറില്ല, പക്ഷേ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങുമ്പോൾ നല്ല AI ഫീച്ചേഴ്സും കൂടെ കിട്ടുകയാണെങ്കിൽ ബോണസ് ആണല്ലോ. ബാറ്ററി തീർച്ചയായിട്ടും കുറഞ്ഞു പോയി, പക്ഷേ മിക്ക എല്ലാവർക്കും 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഓക്കെയാണ്. ഡെയിലി സ്കൂളിൽ പോകുന്നവർ എന്തിനാ അൾട്രാ ഉപയോഗിക്കുന്നു? സ്കൂളിൽ പോകുന്നവരല്ല, ഡെയിലി ഓഫീസിൽ ഓക്കെ. സോ ഡെയിലി ഓഫീസിൽ പോകുന്നവരാണെങ്കിലും ഇല്ല ഡെയിലി ജോബ് ചെയ്യുന്നവരാണെങ്കിലും അവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് രാത്രി ആകുമ്പോഴത്തേക്ക് വീട്ടിൽ ചെല്ലും. സോ ഡീസെൻറ്റ് ആവറേജ് യൂസ് ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസം രാവിലെ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് ചാർജിന് കുത്തി വെച്ചാൽ മതി. പിന്നെ ക്യാമറ ഞാൻ പറഞ്ഞതുപോലെ ഓക്കെ ക്യാമറയാണ്. നിങ്ങൾ ഭയങ്കര ക്യാമറ ഏറ്റവും ബെസ്റ്റ് ക്യാമറ, ഭയങ്കര ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ക്യാമറ സെൻട്രിക് ഫ്ലാഗ്ഷിപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫോണല്ല. എന്നാൽ നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ് നിങ്ങൾ നോക്കുന്നത്, അതിൻ്റെ കൂടെ അത്യാവശ്യം നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചുള്ള
കളർഫുൾ ഡീറ്റെയിൽസ് ഉള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു തരുന്ന ഒരു ഫോൺ വേണമെങ്കിൽ ഇതിൻ്റെ ക്യാമറാസ് ഇനഫാണ്. സോ സാംസങ് എന്ന ബ്രാൻഡ് ഈ പറയുന്ന കാറ്റഗറീസ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ മെൻഷൻ ചെയ്ത കാറ്റഗറീസ്, അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് 90% അല്ലെങ്കിൽ 80% ആളുകൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ സാംസങ് നല്ലോണം ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതായത് സാംസങ് വളരെ സേഫ് ആയിട്ടാണ് കളിക്കാൻ നോക്കുന്നത്. ഇനി അങ്ങോട്ടും മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി S23 അൾട്രയാണുള്ളത്, അല്ലെങ്കിൽ S24 അൾട്ര, S25 അൾട്ര ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഈ പറയുന്ന ഫോണുകൾ നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഇനി ബാറ്ററി കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ബാറ്ററി റീപ്ലേസ്മെന്റ് ചെയ്താലും മതി. കാരണം സോഫ്റ്റ്വെയർ ബേസ്ഡ് ഫീച്ചേഴ്സ് ഈ പറയുന്ന ഫോൺസിലും അപ്ഡേറ്റിലൂടെ വരാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ബഡ്ജറ്റ് ഫോണാണ്, മിഡ് റേഞ്ച് ഫോണാണ്, ബെസ്റ്റ് ഓൾറൗണ്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ S26 അൾട്ര ചെക്കൗട്ട് ചെയ്യാം. ഇനി ഇതിന്റെ ഏറ്റവും വലിയ എതിരാളിയായ iPhone 17 Pro Maxന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.